നമസ്കാരം. ഞാൻ ഇറങ്ങി നടന്നു ആ പച്ച വെയിലത്ത്. ഇങ്ങനെയല്ലേ മറുപടി പറയാൻ പറ്റൂ. ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോകില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചാവാൻ പറ്റും, കലമനാറ്റി ചാടാൻ പറ്റും? ഇല്ലല്ലോ. അടുത്ത വഴി നോക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി നടന്നു. ആ ജോലിക്കാരൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. എന്നെ പിന്നെ അദ്ദേഹം വിളിക്കുന്നത് അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനമായി ചെയ്ത സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണ്. ഞാൻ കുറേ കാലം നടത്തിയ ദിവ്യ മീഡിയ എന്ന് പറഞ്ഞ സീരിയലും ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ചെയ്തത് തമ്പി സാറാണ്. അദ്ദേഹത്തിന് 60 വയസ്സ് തികഞ്ഞപ്പോൾ, ഷഷ്ടിപൂർത്തി ആയപ്പോൾ, ഞാനൊരു ഹീറോ പേനയും വാങ്ങി ദേവ അൻപ് എന്ന് പറഞ്ഞ് സീരിയലൊക്കെ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാനെ വിളിച്ചോണ്ട് തമ്പി സാറിനെ കാണാൻ പോയി. ഇപ്പോൾ താമസിക്കുന്ന വില്ലയിൽ ബെൽഹേവൻ ഗാർഡൻസിൽ. അദ്ദേഹം ആ പേന സന്തോഷപൂർവ്വം വാങ്ങിച്ചിട്ട് എനിക്ക് 2 പേന തന്നു പകരം. ഒരു പേനയ്ക്ക് പകരം 2 പേന. ഞാൻ നിധി പോലെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഡബ്ബിങ്ങിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അദ്ദേഹം വന്നപ്പോൾ ഞാനപ്പോൾ അവിടെ ഉണ്ട്, എഴുന്നള്ളത്തെന്ന് പറഞ്ഞ സിനിമയുടെ വർക്കുമായിട്ട്. ഞാൻ പോയി തൊഴുതു. ആ, നിങ്ങളെന്താ ഇവിടെ? ഞാനിപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറാണ് സാർ. വെരി ഗുഡ്. ഞാൻ സാറ് ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോ 2 മണി മുതലുള്ള കാഴ്ച ഞങ്ങൾക്കാണ്. ഞാൻ അതിന് വന്നതാണ്. ആരാ വരുന്ന ആർട്ടിസ്റ്റ്? ഡബ്ബിങ്ങിന് വരുന്ന ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു. ആരും വരുന്നില്ല സാർ, ജഗതി ചേട്ടനാണ് ഡബ് ചെയ്യാനുള്ളത്. അപ്പോൾ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ജഗതി ചേട്ടൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് തമ്പി സാർ നിർത്തണം, കാരണം 2 മണിക്ക് ഞങ്ങൾക്കാണ് തിയേറ്റർ. ആ തിയേറ്ററിലേക്ക് ജഗതി തന്നെ ബാക്കി തുടരും. ജഗതി ചേട്ടൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ആശ്വാസമായി. എൻ്റെ വർക്ക് തീരാൻ ചുരുങ്ങിയത് 1 മണിക്കൂർ കൂടെ നീളും. പ്രശ്നമാവുമോ എന്ന് സാറ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രശ്നമാവുമോ എനിക്കറിയില്ല സാർ, ഞാൻ സംവിധായകനുമായിട്ട് സംസാരിക്കാം. ആരാ ഡയറക്ടർ? ഞാൻ പറഞ്ഞു, ഹരികുമാർ സാർ. ഓ, ഹരിയുടെ പടമാണോ? ഒന്ന് സംസാരിക്കൂ. ഞാൻ സാറുമായിട്ട് സംസാരിച്ചു. സാർ പറഞ്ഞു, തമ്പി സാറിൻ്റെ പടം, തമ്പി ചേട്ടൻ്റെ പടമല്ലേ, നടക്കട്ടെ. തമ്പി സാറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു ട്രാജഡി സംഭവിച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം. വിവരം അറിഞ്ഞുടൻ തന്നെ കേട്ട പാതി ഞാൻ വണ്ടിയെടുത്ത് നേരെ പേയാട് ബെൽഹേവൻ ഗാർഡൻസിലേക്ക് ഓടി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് പറയേണ്ടത്. ഒരേ കാലം എൻ്റെ മനസ്സിനെ ഹോണ്ട് ചെയ്ത കാഴ്ചയായിരുന്നു. സകലതും നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ മാനസിക സംഘർഷം ഞാൻ അവിടെ കണ്ടു. അമൃതാനന്ദമയിയുടെ അടക്കം ദൈവങ്ങളുടെ ഫോട്ടോകൾ പുറത്തേക്ക് എടുത്തെറിയുകയാണ് തമ്പി സാർ. ഞാൻ വിശ്വസിച്ചവർ എന്നെ നോവിച്ചു എന്ന പരിവേദനവും ഉണ്ട്. സാറിനെ കാണാതെ ഞാൻ മടങ്ങി. ഇപ്പോൾ സാറിനെ കാണണ്ട, എന്ത് ആശ്വസിപ്പിക്കും നമ്മൾ? മോൻ പോയില്ലേ സാറേ, സാറ് സമാധാനപ്പെടണം എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞത് കഴിഞ്ഞു, സാറെന്തിനാ ഇനി ദുഃഖിക്കണേ എന്ന് കേൾക്കാൻ പറ്റുമോ? സാറിന് സുഖമാണോ എന്ന് കേൾക്കാൻ പറ്റുമോ? സാറ് മദ്രാസിലേക്ക് പോകുന്നില്ലേ എന്ന് കേൾക്കാൻ പറ്റുമോ? ഞാൻ പതുക്കെ അവിടുന്ന് വണ്ടിയെടുത്തേക്ക് പോകുന്നു. തൻ്റെ മകന് രാജകുമാരൻ തമ്പി എന്ന് പേരിട്ട ഒരു അച്ഛനാണ്. ആരെങ്കിലും ഇടും? ആലോചിക്കുക, രാജകുമാരൻ തമ്പി എന്നാണ് മകന് പേരിട്ടത്. എന്നേക്കാൾ വലിയ സിനിമാക്കാരനാകണം എൻ്റെ മോനെന്ന് മോഹിച്ച അച്ഛൻ്റെ സ്വപ്നങ്ങൾ തകർന്നത് ആ മനുഷ്യൻ എങ്ങനെ താങ്ങിയെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ സീരിയൽ ചെയ്താൽ അതെത്ര നന്നായി പോയാലും നഷ്ടമേ എനിക്ക് വരും സാറിൻ്റെ. കാരണം സാറ് 9-10 മണിക്ക് വരും, വന്നിട്ട് അവിടെ ഇരുന്ന് അന്നെടുക്കാനുള്ള സീൻ അവിടെ ഇരുന്നാണ് എഴുതണത്. എന്നിട്ട് ആർട്ടിസ്റ്റുകൾ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്താൽ എവിടെ മുതലാവും? അത് മാറ്റാൻ സാറിന് കഴിയുന്നുമില്ല. ഞാനൊരു ആലോചനയിലാണ്. എൻ്റെ മോൻ സംവിധാനം ചെയ്യും, ഞാൻ തിരക്കഥ എഴുതും, എൻ്റെ കൂടെ ദിനേശ് ഉണ്ടാകണം. അസോസിയേറ്റായിട്ടല്ല, സംവിധായകനായിട്ട് തന്നെ. ഞാൻ അതിനും ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരെന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ പരമ്പര നടന്നില്ല. രാജകുമാരൻ തമ്പി സമ്മതിക്കാൻ ഇടയില്ല. അച്ഛൻ്റെ ചിന്തകളോ
അച്ഛനെ പോലെ പഴഞ്ചനായ ആ ദിനേശിനെയോ കൂട്ടി ഞാൻ ചെയ്താൽ നന്നാവില്ല എന്ന് ബുദ്ധിമാനായ രാജകുമാരൻ തമ്പിക്ക് തോന്നിക്കാണും. ദിവ്യ മീഡിയ വിഷൻ ഉദ്ഘാടനത്തിന് സ്റ്റുഡിയോ ഞാൻ കുറേ കാലം നടത്തിയെന്ന് പറഞ്ഞില്ല. ദിവ്യ മീഡിയ വിഷൻ്റെ ഉദ്ഘാടകനായി ഞാൻ ക്ഷണിക്കാൻ ചെന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, ദിനേശിനെ കൊണ്ട് ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകാനും അത് വിജയിപ്പിക്കാനും ആകുമോ എന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അത് തന്നെ സംഭവിച്ചു. കുറേ പേർ എന്നെ പറ്റിച്ചു, സിനിമാക്കാരി തന്നെ കള്ളച്ചെക്ക് തന്നിട്ട് കുറേ കടക്കാരനായി. ഞാനത് അവസാനിപ്പിച്ച, അല്ലെങ്കിൽ ഞാനതിൽ നിന്ന് വിട പറഞ്ഞു. അതോടെ സുകുമാര ഷാർജ എന്ന് പറഞ്ഞ് എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു സീറ്റുണ്ടായിരുന്ന ആ വലിയ മനുഷ്യനുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധം ഇല്ലാണ്ടായി. അതിൽ നിന്ന് പിരിഞ്ഞതാണ് പുള്ളിക്ക് ദേഷ്യം വന്നത്. ഇതുവരെ പുറത്ത് പറയാത്ത ഒരു കഥ പറയാം. നടന്ന സംഭവമാണ്. എൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ചു. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരാളല്ലേ ഉള്ളൂ. നാരായണ ഭട്ടതിരിയെ കൊണ്ട് കല്യാണ കാർഡിൻ്റെ കാർഡും കവറും ഒക്കെ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചു. ആദ്യ ക്ഷണക്കത്ത്, ഇത് തമ്പിസാറിന് പോലും അറിയില്ല, ആദ്യ ക്ഷണക്കത്ത് തമ്പിസാറിന് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനും സിന്ധുവും കൂടി സാറിൻ്റെ വിൽഹേവൻ ഗാർഡൻസിലെ വില്ലയിൽ ചെല്ലുമ്പോൾ 24 ന്യൂസിനായി PP ജെയിംസ് തമ്പിസാറിനെ അഭിമുഖം നടത്തുകയായിരുന്നു. അത് തീരാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ പുറത്ത് കാത്തു നിന്നു. ആഗമന ഉദ്ദേശം പറഞ്ഞു, വിവാഹ ക്ഷണക്കത്ത് സാറിന് കൊടുത്തു. അദ്ദേഹം അത് മനസ്സിരുത്തി വായിച്ചു. ഇടയ്ക്ക് എന്നെയും സിന്ധുവിനെയും മാറി മാറി നോക്കി. ദിനേശ്, നിങ്ങൾ നന്നായി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണോ ഇത്? എന്താ സാർ? ലോകം മുഴുവൻ കൊറോണ പടരുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത നാശം വരുത്തുകയാണ്. നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഈ അസുഖത്തിൻ്റെ പിടിയിൽ പെട്ടെന്ന് അമരും. നിയമങ്ങൾ കർശനമാകും. ഈ പറയുന്ന ഡേറ്റ് ഒന്നുകൂടി അന്വേഷിച്ച് നീട്ടിവെക്കുന്നതാവും നല്ലത്. നിങ്ങൾക്കാകപ്പാടെ ഒരു മോനല്ലേ, അയാളുടെ ഭാവി ജീവിതം കുറിക്കുന്ന ചടങ്ങല്ലേ. ഞാൻ കൂളായി പറഞ്ഞു, ആലോചിക്കുക സാർ. 10,48,000 രൂപയ്ക്ക് കാർഡൊക്കെ അടിച്ച് വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് വിളിക്കാൻ ചെന്നിടത്താണ് സാറിത് പറയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെന്ത് സാർ, അത് ആലോചിക്കാം. സാറിൻ്റെ വില്ലയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും ഞാനൊന്ന് ഉറപ്പിച്ചു, ഈ വിവാഹം മാറ്റിവെക്കണം, നീട്ടിവെക്കണം. വീട്ടിൽ വന്ന ഉടനെ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. നമുക്ക് ഈ വിവാഹം നീട്ടിവെക്കാം, ഇന്നാണ് പ്രശ്നം. തമ്പി സാർ ഇങ്ങനെ പറഞ്ഞു. അതെന്താ ചേട്ടാ, നമുക്ക് മാറ്റിവെക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ വിവാഹം മാറ്റിവെച്ചു. ഇതൊന്നും ഞാൻ ആരോടും പറയാത്ത സംഗതികളാണ്. ഞാൻ അദ്ദേഹത്തെ എത്ര ബഹുമാനിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രവുമാണിത്. എന്നിട്ടും 3 വർഷം മുമ്പ് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ കുറേ ആൾക്കാരുടെയും കുറച്ച് ക്യാമറകളെയും കണ്ടപ്പോൾ ഒരു ഇരയെ കിട്ടി. എന്നാൽ ഇന്നത്തെ ഭക്ഷണം ഇവനാകാമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. ഒരു മോശം ഡ്രാമ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു മോശം ഡ്രാമ അദ്ദേഹം കളിച്ചു. പക്ഷേ സംഗതി അമ്മയ്ക്കൊരു താലാട്ട് പോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞുപോയി. കാരണം അരമരം കിന്നരം എന്ന് പറഞ്ഞതുപോലെ ഇത്രയും ക്യാമറകളുടെയും ആൾക്കാരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഷൗട്ട് ചെയ്ത് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ ഞാൻ ബെന്നി ആശംസ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന് ഒരു ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയതാണ്. ഇവിടെ ഫംഗ്ഷന് തമ്പി സാറുണ്ടെന്ന് അറിഞ്ഞിട്ട് ബെന്നി എന്നോട് ചോദിച്ചേടാ, തമ്പി സാറിൻ്റെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എനിക്ക്. ഞാൻ അതിനെന്ത്, വാ നമ്മളെ സാറല്ലേ, വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ചെയ്യണം. എന്നെയാണ് ക്യാമറയുടെ മുന്നിൽ ഒരുപാട് അട്ടഹസിച്ചത്. ഞാനൊരു അക്ഷരം കൊണ്ട് പോലും ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളി ചുമ്മാ ഒരു കഥയുണ്ടാക്കി എന്നെ ഇൻസൾട്ട് ചെയ്തു. ഫോട്ടോ എടുക്കാനും പറ്റിയില്ല ബെന്നിക്ക്. പറയാൻ വിട്ടു, അമ്മയ്ക്കൊരു താരാട്ടിൽ ഞാനെത്തിയ കഥ അധികം പേർക്ക് അറിയില്ല. ഒരു സന്ധ്യയ്ക്ക് തമ്പി സാർ എന്നെ വിളിക്കുന്നു. കുശലങ്ങൾക്ക് ശേഷം
വിളിച്ച കാര്യം പറയുന്നു. ഞാൻ പുതിയൊരു സിനിമ എടുക്കുന്നു, നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു സാർ. തിരുവനന്തപുരത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞ് സാറും മധുസാറും ശാരദാമ്മയും ഇറങ്ങി വരുന്ന പടം വച്ച് ഒരു പേജല്ലേ മാതൃഭൂമി പത്രമൊക്കെ കൊടുത്തത്. നല്ല മൈലേജാണ് സാർ സാറിന്. അപ്പോൾ സ്വതസിദ്ധമായ പുള്ളി ഒരു ചിരിയുണ്ട്, അന്നിങ്ങനെ ചിരിക്കും. പുള്ളി ഒരു ചിരി ഇരിച്ചു, സന്തോഷമായി. ഇഷ്ടപ്പെട്ടാൽ, പുള്ളിക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുമെങ്കിൽ ആ ചിരിയിൽ നിന്ന് മനസ്സിലാക്കാം. ചിരിച്ചില്ല എങ്കിൽ നീ പറഞ്ഞത് ബോറാണ് എന്ന് നമ്മൾ തന്നെ കൂട്ടിക്കൊള്ളണം. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത്, എൻ്റെ ഈ പടം ദിനേശിന് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുമോ? അസോസിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിക്കാനാകാതെ ഞാനൊന്ന് ബ്രേക്കായി. മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ ഒരു ഷോക്കായിപ്പോയി. എനിക്ക് സംവിധാന സഹായിയാകാനായി കാണാൻ ചെന്നപ്പോൾ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നതിന് അവസരം നഷ്ടമായതൊക്കെ ഞാൻ ഒരു നിമിഷം കൊണ്ട് ആലോചിച്ചു. ചിലരങ്ങനെയാണ്.